9 to 5 ജോബ് ചെയ്യുന്ന ആൾക്കായാലും ഒരു 10 to 6 ജോബ് ചെയ്യുന്ന ആൾക്കായാലും ആഫ്റ്റർ വർക്ക് വീട്ടിലിരുന്ന് സുഖമായിട്ട് ഒരു സെക്കൻഡറി ഏണിംഗ് എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു സെഗ്മെന്റ് ആണ് ഫോറക്സ് ട്രേഡിംഗ്. ഡിഗ്രി കഴിഞ്ഞു, അതുപോലെ PG കഴിഞ്ഞു, പിന്നെ ഒരു വർക്ക് ലൈഫിലേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാതെ തോന്നി. നമുക്ക് കിട്ടുന്ന ഒരു ക്യാഷ് വെച്ചിട്ട് മാസം അവസാനം വരുമ്പോഴേക്കും ഒരു കടത്തിലേക്ക് പോവുക, പിന്നീട് സാലറി കിട്ടുമ്പോൾ ആ കടം തീർക്കുക, ആ ഒരു രീതിയിലേക്കായിരുന്നു ലൈഫ് പോകുന്നത്. ഈ ട്രേഡിങ്ങിലേക്ക് വന്നപ്പോൾ എനിക്ക് വന്ന മാറ്റങ്ങൾ എന്താ വെച്ചാൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പഠിച്ചപ്പോൾ എൻ്റെ ലൈഫും കുറച്ചുകൂടി ഈസി. അതെ, ഞാനൊരു സിസ്റ്റമാറ്റിക് ആയി ലൈഫിൽ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ ഇപ്പൊ ലോസസ് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുന്നതുകൊണ്ട് എൻ്റെ ലൈഫിൽ വരുന്ന ചെറിയ ചെറിയ ഫെയിലിയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ടാവും. ആ ഫെയിലിയേഴ്സ് എല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചു. ഫസ്റ്റ് ടൈം നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്തിട്ട് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അതൊരു ട്രാപ്പാണ്, ഒരു ബെയ്റ്റ് പോലെയാണ് അത്. സോ ലോങ് റണ്ണിലേക്ക് കൺസിസ്റ്റന്റ് ആവാനായിട്ട് ഫെയിലിയേഴ്സ് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത്, ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് ഏറ്റവും വലിയ ഒരു ഫാക്ടറായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഇതൊരു ബിസിനസ് നടത്തുന്ന പോലെയാണ്, അതേതായിട്ടുള്ള റിസ്ക് ഉണ്ട്. നമ്മൾ റിസ്ക് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റും. പക്ഷെ ഒരു വർക്കിലേക്ക് വരുമ്പോൾ നമുക്കവിടെ പ്രഷറാണ്. നമ്മൾ ലിമിറ്റഡ് ആണ്, നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ നമുക്ക് മാക്സിമൈസ് ചെയ്യാൻ പറ്റില്ല. ഹായ്, ഇന്ന് നമ്മളുടെ കൂടെ ഒരു ഗസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളുടെ മില്യൺ ഡോട്ട്സിൽ പഠിച്ച സ്റ്റുഡൻസുകളിൽ നമ്മുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മളെ സ്ഥിരമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് അവരുടെ ഒരു കറക്റ്റ് പൊട്ടൻഷ്യൽ, അതുപോലെ അവർക്ക് ട്രേഡിങ്ങിനോടുള്ള ഒരു പാഷൻ, ഇതെല്ലാം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ അങ്ങനെ നോട്ട് ചെയ്യുന്ന കുറച്ച് പേരിൽ ഒരാളാണ് യദു. ഓക്കെ യദു, വെൽക്കം. സോ എങ്ങനെയുണ്ട് ലൈഫൊക്കെ? നന്നായിട്ട് പോകുന്നു, ഹാപ്പിയാണ്. അതെ. വീട്ടിൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. വീട്ടിൽ അച്ഛൻ, അമ്മ, ചേട്ടൻ, പിന്നെ അച്ഛൻ്റെ അമ്മയുണ്ട്. ചേട്ടൻ എന്താ ചെയ്യുന്നത്? ചേട്ടൻ വർക്ക് ചെയ്യുന്നു, മുംബൈയിലാണ് വർക്ക് ചെയ്യുന്നത്. മുംബൈയിലല്ലേ? ഓക്കെ. സോ നാട്ടിൽ എവിടെയായിട്ടാണ് കറക്റ്റ്? ഞാൻ കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. കൊച്ചിയിൽ? അതെ. കൊച്ചിയിൽ കറക്റ്റ് പ്ലേസ് പുക്കാട്ടുപടിയിൽ നിന്നാണ്, ഏകദേശം ആലുവയിൽ നിന്ന് എടപ്പള്ളിയിൽ നിന്നൊക്കെ ഒരു 10 കിലോമീറ്റേഴ്സ് അടുത്ത്. ഓക്കെ. നമ്മുടെ എൽദോന്റെ ഒക്കെ വീടിന്റെ അടുത്തല്ലേ? അതെ, എൽദോന്റെ വീടിന്റെ അടുത്ത്. പഴയ ഫ്രണ്ട്സ് അല്ലേ? അതെ. ഒരുമിച്ച് പഠിച്ചത്? അതെ, ഒരുമിച്ച് പഠിച്ചത്. ഓക്കെ, അടിപൊളി. പിന്നെ ഇത് വേറൊരു രീതിയിൽ പോകുന്ന ഒരാളാണ്. സോ ആ ലൈഫിൽ നിന്ന് നമ്മൾ എന്തിനാണ് ആ ഒരു ട്രേഡിങ് എടുക്കണം എന്നുള്ളൊരു, അല്ലെങ്കിൽ ഇവിടെ ജോയിൻ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ വന്നേ? ഞാൻ കോമേഴ്സ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ +1 +2 എല്ലാം കൊമേഴ്സ് പഠിക്കുമ്പോഴും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളൊരു കാര്യത്തിനെ പറ്റി ഒത്തിരി കേട്ടിട്ടുണ്ട്. പക്ഷെ അതിലേക്ക് എക്സ്പ്ലോർ ചെയ്ത് ഇറങ്ങാനായിട്ടുള്ളൊരു എന്താ പറയുക, ആ ടൈമിൽ ഇന്റർനെറ്റ് എന്നൊക്കെ പറയുന്ന സാധനം എല്ലാവർക്കും ആക്സസിബിൾ ആയിരുന്നില്ല ഈ സമയത്തെ പോലെ. പക്ഷെ എന്നാലും അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്ന് ആ സമയത്തെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് ഡിഗ്രി കഴിഞ്ഞു, അതുപോലെ PG കഴിഞ്ഞു, പിന്നെ ഒരു വർക്ക് ലൈഫിലേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാതെ തോന്നി. നമുക്ക് കിട്ടുന്ന ഒരു ക്യാഷ് വെച്ചിട്ട് മാസം അവസാനം വരുമ്പോഴേക്കും ഒരു കടത്തിലേക്ക് പോവുക, പിന്നീട് സാലറി കിട്ടുമ്പോൾ ആ കടം തീർക്കുക, ആ ഒരു രീതിയിലേക്കായിരുന്നു ലൈഫ് പോകുന്നത്. അതെ. പിന്നീടാണ് ഒരു ഇന്റർനെറ്റിന്റെ ഒക്കെ ഒരു ആക്സസിബിലിറ്റി കൂടിയ സമയത്താണ് സ്റ്റോക്ക് ട്രേഡിങ്ങിനെ പറ്റിയും കൂടുതലായിട്ട് അറിഞ്ഞു വരുന്നത്. സോ ആ സമയത്ത് ഇതിനെപ്പറ്റി കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയി. പിന്നീട് നമ്മൾ തന്നെയാണ് നമ്മുടെ മാസ്റ്റർ സ്റ്റോക്ക് ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ. അപ്പോൾ ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യണം, ആ ഒരു രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യണം, നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഒരു തോന്നലുണ്ടായിരുന്നു. ആക്ച്വലി ട്രേഡർ ആവുന്നതിന് മുമ്പ് ഒരു ജോലി ചെയ്തിരുന്നു. അപ്പോൾ അതും ഇതും തമ്മിൽ എന്തൊക്കെ ഒരു ഡിഫറൻസ് പോലെ തോന്നുന്നത്? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് നല്ല രീതിയിൽ ഒട്ടും ഒരു എളുപ്പമുള്ള കാര്യമല്ല. ജോലി ആകുമ്പോഴും നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇതൊരു ബിസിനസ് നടത്തുന്ന പോലെയാണ്, അതേതായിട്ടുള്ള റിസ്ക് ഉണ്ട്. നമ്മൾ റിസ്ക് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റും. പക്ഷെ ഒരു വർക്കിലേക്ക് വരുമ്പോൾ നമുക്കവിടെ പ്രഷറാണ്. നമ്മൾ ലിമിറ്റഡ് ആണ്, നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ നമുക്ക് മാക്സിമൈസ് ചെയ്യാൻ പറ്റില്ല. ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്കില്ല് കംപ്ലീറ്റ് അതിലേക്ക് യൂട്ടിലൈസ് ചെയ്യാനും പറ്റും. നമുക്ക് പേഴ്സണലി അതുപോലെ തന്നെ നമ്മുടെ വെൽത്തും ഗ്രോ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ ഒരു വർക്ക് ലൈഫിലേക്ക് ചെല്ലുമ്പോൾ ഒട്ടും നമ്മുടെ ലൈഫ് ഒട്ടും ബാലൻസ്ഡ് ആയിരിക്കില്ല. സോ അവിടുത്തെ സ്ട്രെസ്സും കാര്യങ്ങളും. പക്ഷേ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ലിമിറ്റഡ് ടൈം അതിലേക്ക് സ്പെൻഡ് ചെയ്താലും മതി, അതിൽ നിന്ന് കിട്ടുന്ന ഒരു റിട്ടേൺസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതെ. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ ഇപ്പം ഞാനൊരു ട്രേഡറാണ്. അപ്പോൾ എനിക്ക് തുടങ്ങിയ സമയത്ത് നല്ല രീതിയിലുള്ള സ്ട്രഗ്ലിംഗ് ഉണ്ടായിരുന്നു. അപ്പം യദുവിന് എന്തൊക്കെ ഒരു സ്ട്രഗ്ലിംഗ് ആണ് ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നത്? ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് റാൻഡമായിട്ട് ടെക്നിക്കൽ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്താണ് ആദ്യം ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. തുടക്കത്തിൽ ചെറിയ പ്രോഫിറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ടായി. പക്ഷേ ഒരു ലോങ് റണ്ണിലേക്ക് വന്നപ്പോൾ ലോസിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി ഡീപ്പായിട്ട് പഠിക്കണം എന്നൊരു തോട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. സോ അങ്ങനെയാണ്
ഞാൻ ഡീപ്പായിട്ട് ഇതിനെപ്പറ്റി പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും, ഇപ്പം ഞാനാണെങ്കിലും ഏത് ട്രേഡർ ആണെങ്കിലും ഫേസ് ചെയ്തൊരു കാര്യമാണ് ഇമോഷൻസ്. അതെ. സോ ഇമോഷൻസിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്? ഇമോഷൻസിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു ലൈഫ് പോലെ തന്നെയാണ്. ലൈഫിലും എങ്ങനെ ഇമോഷൻസ് വരുന്നോ ആ രീതിയിൽ തന്നെയാണ് ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ. അപ്പോൾ ട്രേഡിങ്ങിൽ നമ്മളൊരു കൺസിസ്റ്റന്റ് ആവുക എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ ലോസ് വരും. ആദ്യം തന്നെ നമ്മൾ ഫെയിലിയേഴ്സ് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. നമ്മളൊരു ഞാനൊരു കെൻസാറിന്റെ ഒരു ന്യൂസിൽ റീസെന്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു. അതിൽ മെയിൻ ആയിട്ട് പറയും നമ്മുടെ പാരന്റിംഗ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഫെയിലിയേഴ്സ് അക്സെപ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കാറില്ല. നമ്മൾ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യം നമ്മൾ ഫെയിലിയേഴ്സ് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു 3 to 6 months നമ്മൾ നല്ല എഫേർട്ട് ഇട്ട് നമ്മുടെ ഇമോഷൻസ് എല്ലാം കൺട്രോൾ ചെയ്ത് ഫെയിലിയേഴ്സ് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ എല്ലാവർക്കും മാസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലാണ്. നമ്മുടെ ഒരു സ്കൂളിൽ അക്കാഡമിക്സ് പോലെയല്ല ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ആർക്കും ഈസി ആയിട്ട് അതിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ എഫേർട്ട് ഇടാനും പറ്റുമെന്നുണ്ടെങ്കിൽ മാസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് ട്രേഡിങ്. സോ ലോങ് റണ്ണിലേക്ക് കൺസിസ്റ്റന്റ് ആവാനായിട്ട് ഫെയിലിയേഴ്സ് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് ഏറ്റവും വലിയ ഒരു ഫാക്ടറായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. സോ ഓപ്ഷൻസ് ആണോ ചെയ്യുന്നത്? അല്ല, ഞാൻ ഓപ്ഷൻസ് അല്ല, ഞാൻ കൂടുതൽ തുടക്കത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഇക്വിറ്റി ആയിരുന്നു. ഈ ക്ലാസ്സിന്റെ ഇടയിൽ ഞാൻ വർക്കിന് കയറി. നമ്മുടെ എല്ലാ വീട്ടിലും ഉള്ള ഒരു പ്രഷർ കൊണ്ട് എനിക്ക് ട്രേഡിങ്ങിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നായിരുന്നു. പിന്നീട് ഞാനൊരു ജോലിയിലേക്ക് എൻ്റർ ചെയ്തു. ആ സമയത്ത് ഓപ്ഷൻസ് എനിക്ക് കൃത്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നീടാണ് ഫോറക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വർക്ക് ലൈഫിലും നമുക്ക് കൃത്യമായിട്ട് അത് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഫോറക്സിലേക്കാണ് പിന്നീട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അതെ. ഫോറക്സിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന പെയർ ഏതാ? ട്രേഡ് ചെയ്യുന്ന പെയർ എന്ന് പറയുന്നത് യൂറോ USD തന്നെയാണ് ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്ന പെയർ. കാരണം വോളിയം നല്ല രീതിയിൽ ഉള്ളത് കൊണ്ട് യൂറോ USD തന്നെയാണ് ട്രേഡ് ചെയ്യാറ്. അതെ. അപ്പോൾ ലാസ്റ്റ് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടായിരുന്നു തോന്നുന്നല്ലേ? അതെ. റീസെന്റ് ആയിട്ട് ഒരു നല്ല പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഐഡിയ ആണ്. ഇപ്പം ഞാനാണെങ്കിൽ ഫോറക്സ് ചെയ്തിട്ടുണ്ട്, ഇക്വിറ്റി ചെയ്തിട്ടുണ്ട്, ഓപ്ഷൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനിപ്പോൾ ഫോറക്സ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. സോ ആ രീതിയിൽ ഒരു വർക്ക് കൾച്ചറിനനുസരിച്ച് നമുക്കിതിങ്ങനെ ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ? ഏതുവിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏതാണ് ട്രേഡിങ് നമുക്ക് വർക്ക് കൾച്ചർ അനുസരിച്ച്? തീർച്ചയായിട്ടും ഫോറക്സ് നമുക്ക് തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അതാണ്. ഫോറക്സ് മാർക്കറ്റ് ഒരു 5 days 24 hours നമുക്ക് ആക്സസിബിൾ ആണ്. ആ സമയത്ത് നമുക്കൊരു വർക്ക് ലൈഫ് ഒരു 9 to 5 ജോബ് ചെയ്യുന്ന ആൾക്കായാലും ഒരു 10 to 6 ജോബ് ചെയ്യുന്ന ആൾക്കായാലും ആഫ്റ്റർ വർക്ക് വീട്ടിലിരുന്ന് സുഖമായിട്ട് ഒരു സെക്കൻഡറി ഏണിംഗ് എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയൊരു സെഗ്മെന്റ് ആണ് ഫോറക്സ് ട്രേഡിംഗ്. ശരിക്കും സെക്കൻഡറി ഏണിംഗ് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കൊരു മെയിൻ സ്ട്രീം ആയിട്ട് അല്ലെങ്കിൽ മെയിൻ ഇൻകം ആയിട്ട് തന്നെ നമുക്കത് കൺസിഡർ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ മെയിൻലി ഒരു മെയിൻ സ്ട്രീം ഇൻകം ആക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ജോബ് റിസൈൻ ചെയ്ത് ഞാൻ ട്രേഡിങ്ങിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തത്. എനിക്ക് വളരെ ഒരു ലിമിറ്റഡ് ടൈം കൊണ്ട് ഞാനൊരു 8 hours ജോബ് ചെയ്യുന്ന ടൈമിനേക്കാളും കുറവ് ടൈം കൊണ്ട് എനിക്ക് ജോബിൽ ഒരു മാസം കിട്ടിയിരുന്നതിൽ ഒരു 2x അല്ലെങ്കിൽ 3x ഇൻകം ട്രേഡിങ്ങിൽ നിന്ന് കിട്ടിയിരുന്നു. ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഞാൻ ഫുൾ ടൈം ട്രേഡർ ആയല്ലേ? അടിപൊളി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോസ് എന്ന് പറയുന്ന സാധനം ഇതിനൊരു പാർട്ടാണ്. ഇപ്പോൾ ഈ ഒരു ലോസ് വന്ന സമയത്ത് അല്ലെങ്കിൽ യദുവിന് ഭയങ്കര ഒരു വിഷമം വന്ന ലോസ് എന്ന് പറയുമ്പോൾ ഞാൻ ഫോറക്സിലേക്ക് ഇറങ്ങിയ ടൈമിൽ ഞാൻ ഇക്വിറ്റി ഓൾമോസ്റ്റ് ഓക്കെ ആയിരുന്നു. ബട്ട് സ്റ്റിൽ അത്ര എന്താ പറയുക പെർഫെക്റ്റ് ആയിരുന്നില്ല. ഫോറക്സിലേക്ക് വരുന്ന ടൈമിൽ പൊസിഷൻ സൈസിങ് എന്ന് പറയുന്നത് ഫോറക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ സെഗ്മെന്റ്സിലും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ കൂടുതൽ ലിവറേജ് വരുന്നതുകൊണ്ട് ഫോറക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫസ്റ്റ് ടൈം എനിക്കൊരു പ്രോഫിറ്റ് കിട്ടി. ഞാൻ കൃത്യമായിട്ട് പൊസിഷൻ സൈസ് ചെയ്തില്ല, ലോട്ട് കൂടുതൽ എടുത്തു, എനിക്കൊരു പ്രോഫിറ്റ് കിട്ടി. ഫസ്റ്റ് ടൈം നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്തിട്ട് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അതൊരു ട്രാപ്പാണ്, ഒരു ബെയ്റ്റ് പോലെയാണ് അത്. നമ്മൾ പിന്നെയും അത് ചെയ്യാൻ ശ്രമിക്കും. ആ സമയത്ത് ആദ്യം ലോസ് ആണെങ്കിൽ നമ്മൾ പിന്നെ ആ ഒരു ഏരിയയിലേക്ക് പിന്നെ പോകത്തേ ഇല്ല. പക്ഷേ ഫസ്റ്റ് ടൈം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവാറായി. അതെ, അതാണ് ഈ സെയിം സിറ്റുവേഷൻ എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ കറക്റ്റ് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഡിസംബറിൽ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തു. അന്ന് ഞാൻ ഫോറക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ്, ഓൾറെഡി അറിയാം. പക്ഷെ നമ്മളൊരു നമുക്കുണ്ടല്ലോ ഒരു ടൈം ഉണ്ടല്ലോ, നമ്മൾ ചെറിയ രീതിയിൽ ട്രേഡൊക്കെ ചെയ്ത് ഒന്ന് സെറ്റായി വന്നിട്ട് പിന്നെ ഒരു ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്ന സമയം. ആ ടൈമിൽ ഇങ്ങനെ ചെയ്ത് പോയി. ആദ്യം നല്ല പ്രോഫിറ്റാണ്, $300 $400 ചെറിയ ക്യാപിറ്റൽ വെച്ചിട്ട് നമ്മൾ വലിയ ക്വാണ്ടിറ്റി എടുത്ത് $300 $400 എന്നുള്ള ലെവലിൽ പ്രോഫിറ്റ് വന്ന്
കിട്ടിക്കൊണ്ടിരിക്കും. അവസാനം ഒരു ട്രേഡ് എടുത്തു, എന്താ സംഭവിച്ചതെന്ന് അറിയുന്നില്ല, വിത്തിൻ സെക്കൻഡ്സ് അത് ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവാണ് ചെയ്തത്. സോ ആ ഒരു ടൈമിന് ഒരു തുടക്കത്തിലൊരു ആവേശത്തിന് ചെയ്യുന്നതാണ്. പിന്നീടാണ് ഇതിനൊരു സിസ്റ്റം ഫോളോ ചെയ്യണം എന്നുള്ളൊരു മൈൻഡ്. അതിപ്പോൾ നമ്മുടെ അത് എത്ര പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പാർട്ടി സാറൊക്കെ ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് സ്വയം തോന്നണം. തീർച്ചയായിട്ടും നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഇപ്പം കറക്റ്റ് പറയുകയാണെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആവും. അതെ. പക്ഷെ തുടക്കക്കാർ ഈ സിസ്റ്റമാറ്റിക്കിലേക്ക് ആദ്യം ചിന്തിക്കാൻ നോക്കത്തില്ല. അവരും ഇനീഷ്യലി പ്രോഫിറ്റ് എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ പോകും. ഓട്ടോമാറ്റിക്കലി ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു പ്രോഫിറ്റ് കാണിച്ചു കൊണ്ടുള്ള ആ ഒരു ട്രാപ്പ്, അതെ തീർച്ചയായിട്ടും ആ ട്രാപ്പിലേക്ക് വിടും, തീരും. സോ ഇത് തന്നെയാണ് എല്ലാവരുടെയും അവസ്ഥ. അതെ, നമ്മൾ അതിനകത്ത് മാറി ചിന്തിക്കണം. അതെ, ഇതുകൊണ്ട് തന്നെയാണ് 90% ആൾക്കാരും എന്താ പറയുക ഇന്ത്യയിൽ പ്രോഫിറ്റബിൾ അല്ല എന്ന് പറയുന്നത് തന്നെയാണ് സംഭവം. എല്ലാവരുടെയും കയ്യിൽ സ്കില്ലുണ്ട്, നല്ല പ്രോഫിറ്റ് വരാനുള്ള ചാൻസസും ഉണ്ട്. പക്ഷെ ആ ഒരു സിസ്റ്റമാറ്റിക് വേയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആവുന്നേ ഉള്ളൂ. പക്ഷെ പിന്നെയും വേറൊരു സംഭവമുണ്ട്. നമ്മൾ കൂടുതൽ കിട്ടുന്നത് പോരാ, കൂടുതൽ പ്രോഫിറ്റ് വേണം എന്നുള്ള ഒരു ചിന്തയുണ്ട്. തീർച്ചയായിട്ടും ഒരു ഗ്രീഡ് വരും. അതെ, അത് എല്ലാവർക്കും വരുന്നതാണ്. ഒരു ടൈമിൽ എന്തായാലും വരും. പക്ഷെ ആ ഒരു ഗ്രീഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗ്രീഡാന്ന് മനസ്സിലാക്കി ആ ഒരു അത്തരത്തിലുള്ള ട്രേഡിൽ നിന്ന് മാറി നിൽക്കുക എന്നൊക്കെ ഉള്ളതൊരു നല്ലൊരു ട്രേഡറിന്റെ ക്വാളിറ്റിയാണ്. ഞാനിതൊരു സത്യത്തിൽ ഞാൻ വളരെ ഒരു പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഭയങ്കര നെഗറ്റീവ് തോട്ട്സ് ഉള്ള ഒരാളായിരുന്നു. ഈ ട്രേഡിങ്ങിലേക്ക് വന്നപ്പോൾ എനിക്ക് വന്ന മാറ്റങ്ങൾ എന്താ വെച്ചാൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പഠിച്ചപ്പോൾ എൻ്റെ ലൈഫും കുറച്ചും കൂടി ഈസിയായി. അതെ, ഞാനൊരു സിസ്റ്റമാറ്റിക് ആയി ലൈഫിൽ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ ഇപ്പൊ ലോസസ് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുന്നതുകൊണ്ട് എൻ്റെ ലൈഫിൽ വരുന്ന ചെറിയ ഫെയിലിയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ടാവും. ആ ഫെയിലിയേഴ്സ് എല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചു. ഇതാണ് ട്രേഡിങ്ങിൽ നിന്ന് ഞാൻ ലൈഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത്. നമ്മൾ ട്രേഡർ ആകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു തീരുമാനമൊക്കെ എടുത്ത് തുടങ്ങുന്ന സമയത്ത്, അപ്പോൾ ഞാനാണെങ്കിലും ഇതുവാണെങ്കിലും ഇനി ആരാണെങ്കിലും ഏറ്റവും വലിയ എതിർപ്പ് ആദ്യം ഉണ്ടാകുന്നത് വീട്ടിൽ നിന്നാണ്. വീട്ടിൽ നിന്ന് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഗാംബ്ലിംഗ് എന്ന് പറയും, രണ്ടാമത്തത് ഇത് പൈസ പോകുന്ന പരിപാടിയാണ്, ഇതൊക്കെയാണ് പറയുക. പക്ഷേ ഏതു എങ്ങനെയാണ് വീട്ടുകാരെ കൺവിൻസ് ചെയ്തത്? ആക്ച്വലി എന്താ പറയുക, ഒരു ഫുൾ ടൈം ഇൻകം ആയിട്ട് അല്ലെങ്കിൽ ഒരു ജോലി വിട്ടിട്ട് ഒരു ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു റെയിൽ പാളത്തിൽ തല വയ്ക്കുന്നത് പോലെയാണ് ആക്ച്വലി വീട്ടുകാർ കൺസിഡർ ചെയ്യുക. ഞാൻ കൺവിൻസ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടി. ലൈക്ക് കോഴ്സ് ഫീസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടിയായിരുന്നു. എൻ്റെ കയ്യിൽ ആ സമയത്ത് അത്ര ഫണ്ട് ഉണ്ടായിരുന്നില്ല. സോ അമ്മേനെ കഷ്ടപ്പെട്ടാണ് കൺവിൻസ് ചെയ്തത്. കൺവിൻസ് ചെയ്യാൻ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞത് അമ്മയും അച്ഛനും ഒരുപോലെ പറയുന്ന ഒരു ഡയലോഗ് എന്താന്ന് വെച്ചാൽ, വേർക്കാണ്ട് കിട്ടുന്ന കാശ് നമുക്ക് വേണ്ട മോനെ എന്നുള്ളൊരു രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. കാരണം അവർക്കൊരു ഗാംബ്ലിംഗ് പെർസ്പെക്റ്റീവ് പോലെയാണ് തോന്നുന്നത്. പക്ഷെ ഇപ്പൊ നന്നായിട്ട് വേർക്കുന്നുണ്ടല്ലേ? അതെ വേർത്തിട്ടാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. അതെ, നമുക്ക് ആ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഈസി ആയിട്ട് പൈസ ഒരു സാധനം. തീർച്ചയായിട്ടും എല്ലാവരും ഒരു പെർസ്പെക്റ്റീവ് അതാണ്. പക്ഷെ അതല്ല, നല്ല കഷ്ടപ്പെടാനുണ്ട്, നല്ല രീതിയിൽ ഉറക്കം ഒളിച്ചിരുന്ന് പഠിക്കാനുണ്ട് അല്ലേ? സോ കൃത്യമായിട്ടൊരു നല്ല രീതിയിൽ നോക്കുന്ന ആളാണെങ്കിലും ഒരു 1 to 6 months കൺസിസ്റ്റന്റ് ആയിട്ട് ചാർട്ട് നോക്കി കൃത്യമായിട്ട് നമ്മളുടെ ഒരു എന്താ പറയുക ഒരു ഫുട് പ്രിന്റ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു പെർസ്പെക്റ്റീവ് എപ്പോഴും ആ ഒരു ചാർട്ടിൽ ഉണ്ടാക്കിയെടുക്കണം. അവിടെയാണ് ഒരു ട്രേഡറിന്റെ സക്സസ് എന്ന് പറയുന്നത്. അതെ, പക്ഷെ ഇതൊന്നും എല്ലാവരും ഒന്നും ഫോളോ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഫുൾ ഒരു 6 month ഒക്കെ അങ്ങനെ കൺസിസ്റ്റന്റ് ചെയ്യാനാണ് എല്ലാവർക്കും മെയിൻ പ്രശ്നം. അപ്പൊ ആ ഒരു ടൈം നമ്മൾ കറക്റ്റ് ആയിട്ടൊന്ന് മാനേജ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ അത് പക്കതാണ്. എല്ലാവർക്കും എന്താ പറയാ, 1 രൂപ ഇട്ട 2 രൂപ കിട്ടുന്നതാണെന്നുള്ളൊരു പെർസ്പെക്റ്റീവ് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെയാണ് എല്ലാവരും ലോസിലേക്ക് പോകുന്നതും പിന്നീട് അതൊരു ഗാംബ്ലിംഗ് ആണെന്ന് പറഞ്ഞ് പരത്തുന്നതും. പക്ഷെ അതല്ല ആക്ച്വലി. ഞാനൊരു ചെറിയൊരു കാര്യം ചോദിക്കട്ടെ. എൻ്റെ ഒരു ഐഡിയ ആണ്. ഞാൻ പറയാണ്, ട്രേഡിങ്ങിൽ സ്ട്രാറ്റജിക്ക് ഒരു 30% സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രേഡറുടെ ലൈഫിൽ സ്ട്രാറ്റജിക്ക് ഒരു 30% മാത്രമേ സ്ഥലമുള്ളൂ. അപ്പോൾ ബാക്കി ഒരു 70% മണി മാനേജ്മെൻറ്റിനും ആ ട്രേഡ് മാനേജ്മെൻറ്റിനും ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യദുവിന് എങ്ങനെയാണ് അത് തോന്നുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം റിസ്ക് മാനേജ് ചെയ്ത് പൊസിഷൻ സൈസ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഞാനിവിടെ ആക്ച്വലി ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് അറിയാതിരുന്ന ഒരു കാര്യം അത് തന്നെയാണ്. ഇവിടെ വന്നതിന് ശേഷം മില്യൺ ഡോട്ട്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ പഠിച്ച ഒരു കാര്യം എങ്ങനെ മണി മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ചേരുന്നതിന് മുമ്പും ഞാനിവിടെ ഉള്ള മെന്റേഴ്സിന്റെ എല്ലാം അത്യാവശ്യം റീൽസും ഇൻസ്റ്റയൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു. അങ്ങനെയാണ് അതിനെപ്പറ്റി ഒരു ബേസിക് നോളജ് ഒക്കെ കിട്ടുന്നത്. പിന്നെ ഒരു ഡീപ്പായിട്ട് പഠിക്കണം എന്ന് തോന്നിയതിന് ശേഷമാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സ്ട്രാറ്റജിക്ക് ഒരു 30% തന്നെയാണ് ഒരു എന്താ പറയുക ഒരു സ്കോപ്പ് ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ റിസ്ക് മാനേജ് ചെയ്യുന്നതും മണി മാനേജ് ചെയ്യുന്നതും തന്നെയാണ്. അതെ.
ഇപ്പം ഇത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫീ ഉണ്ടാക്കാനും നല്ല രീതിയിൽ ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിയിട്ട് എന്തുകൊണ്ട് അത്രയും എമൗണ്ട് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു? അല്ലെങ്കിൽ നമുക്ക് ഇതിലും കുറഞ്ഞ ഫീൽ ഒരുപാട് സ്ഥലങ്ങൾ അവൈലബിൾ ആണ്, പക്ഷെ എന്തുകൊണ്ട് ആ ഒരു എമൗണ്ട് കൊടുത്ത് ഇതിൽ തന്നെ ജോയിൻ ചെയ്യണം എന്നുള്ളൊരു ഇത് വന്നത്? ഓക്കെ, മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടുത്തെ മെൻറ്റേഴ്സിനെ എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട് ഒരാളായിരുന്നു. അതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ഇവിടെ ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു ആരും ഒരു പ്രൊവൈഡ് ചെയ്ത സംഭവമാണ്. അത് കുറേ എനിക്ക് പഠിക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഒരു കുറച്ചുകൂടി ക്രെഡിബിൾ ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഒരു ഫീസിന്റെ പെർസ്പെക്റ്റീവിലേക്ക് വരുമ്പോൾ നമ്മളെപ്പോഴും എന്താ പറയുക, ഒരു ലോക്കൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും ഒരു അത്യാവശ്യം ഒരു ബ്രാൻഡഡ് സംഭവം യൂസ് ചെയ്യുമ്പോഴും അതിന്റെ ഡ്യൂറബിലിറ്റിക്ക് വ്യത്യാസം ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ലോങ് ടേമിലേക്ക് നമുക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ ഒരു നല്ല ഒരു സർവീസ് അവൈൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതിന്റെ ചിലപ്പോൾ മില്യൺ പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ പാതിയുള്ള ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. പക്ഷെ എന്താ പറയുക, എനിക്ക് അതിന്റെ ഒരു ക്രെഡിബിലിറ്റി ഫീൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ആ ഒരു എമൗണ്ട് വേസ്റ്റ് ചെയ്യുന്നതിന് നല്ലത് കുറച്ച് കൂടുതൽ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതെനിക്ക് ലൈഫ് ലോങ് അതിന്റെ ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് ഇമ്പാക്ട് കിട്ടുവാണെങ്കിൽ അതല്ലേ ബെറ്റർ. അതുകൊണ്ട് തന്നെയാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ആ ഒരു കിട്ടുന്ന സർവീസിനെ ഏതു നന്നായിട്ട് മുതലാക്കിയോ? തീർച്ചയായിട്ടും മുതലാക്കിയോ എന്ന് ചോദിച്ചാൽ എന്താ പറയുക, മെന്റേഴ്സിന് എത്ര വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അവരവരുടെ ഒരു 100% നമുക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. റെഗുലർ സെഷൻസ് കഴിഞ്ഞിട്ടായാലും സപ്പോർട്ടായാലും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ആയാലും വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഒരാളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ നമ്മുടെ എഫേർട്ട് മാക്സിമം ഇടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സെക്കൻഡറി പാർട്ട് എന്ന് പറയുന്നത്. മെന്റേഴ്സിന് അവർക്ക് പറ്റാവുന്നതിന്റെ മാക്സിമം നമുക്ക് എന്താ പറയുക നോളജ് ഇമ്പാർട്ട് ചെയ്ത് തരാൻ പറ്റും. അത് കൃത്യമായിട്ട് ഇവിടെ നിന്ന് എൻഷുർ ചെയ്യുന്നുണ്ട്. അപ്പോൾ യദു ആസ് എ പേഴ്സൺ, ആസ് എ ട്രേഡർ, മില്യൺ ഡോട്ട്സിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു, ജോയിൻ ചെയ്തതിന് ശേഷം ഇപ്പോൾ എങ്ങനെയാണ്? ഞാൻ ലൈഫ് വളരെ ഒരു പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു രീതിയിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു. എല്ലാ കാര്യത്തിലും എന്താ പറയുക, ഒരു കാശുള്ളവൻ കാശുകാരനായിട്ട് ജീവിക്കും, അല്ലാത്തവൻ അല്ലാത്തതുപോലെ ജീവിക്കും, ഒരു ജോലി ചെയ്ത് നോർമലി അങ്ങനെ ജീവിച്ചു പോകുന്നുള്ളൊരു കൺസെപ്റ്റുള്ള ആളായിരുന്നു ഞാൻ. പിന്നീട് ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷം എന്താ പറയുക, ബേസിക് ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം, നിങ്ങൾ ഡ്രീം ചെയ്യുക, പിന്നെ ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ് എന്ന് പറയും. അതായത് എൻ്റെ മെൻറ്റർ ഏറ്റവും കൂടുതൽ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യം അതാണ്. ഒരു സ്വപ്നം കാണുക, ഒരു ഡ്രീം, വലിയൊരു ഡ്രീം, നമ്മൾ സാധാരണ ഡ്രീം അല്ല, വലിയ ഡ്രീം കാണുക, അത് അച്ചീവ് ചെയ്തു എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. അതിന് വേണ്ടിയിട്ട് എങ്ങനെ ഏൺ ചെയ്യാൻ പറ്റുമോ മാക്സിമം ആ രീതിയിൽ ചെയ്യുക. നമ്മൾ എന്താ പറയുക, കൂടുതൽ അതിനോട് ആഗ്രഹിച്ചാൽ മാത്രമാണ് നമ്മൾ അതിലേക്ക് എത്തിച്ചേരുള്ളൂ. അതാണ് എൻ്റെ ലൈഫിൽ മെയിനായിട്ടുണ്ടായ ഒരു എന്താ പറയുക മാറ്റം എന്ന് പറയുന്നത്. പിന്നെ ഒരു നല്ല ട്രേഡറായി കഴിഞ്ഞപ്പോൾ എൻ്റെ ഇമോഷൻസും കൺട്രോൾ ചെയ്യാൻ പഠിച്ചപ്പോഴും ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയപ്പോഴും എൻ്റെ ലൈഫിലേക്കും ആ ഒരു അച്ചടക്കവും ആ ഒരു ചിട്ടയാണ് ഉണ്ടായത്. അതാണ് എൻ്റെ എന്താ പറയുക ബിഫോർ ആൻഡ് ആഫ്റ്റർ കമ്മിങ് ടു മില്യൺ ഡോട്ട്സ് എൻ്റെ ലൈഫിലുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത്. അതെ, ആസ് എ ട്രേഡറും നല്ല രീതിയിൽ ഗ്രോ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ലാസ്റ്റ് വീക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എത്ര പെർസെൻറ്റേജ്? ഓൾമോസ്റ്റ് ഒരു 10% ഒറ്റ ഒരു സിംഗിൾ ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. പീനലൊന്നും ഞാനവിടെ ചോദിക്കുന്നില്ല, കാരണം അതൊക്കെ അവരവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ എനിവേ യദു ആക്ച്വലി നമ്മൾ ഈ ഒരു ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, യദുവിൻ്റെ ഡ്രീം. അപ്പോൾ ആ ഒരു ഡ്രീമൊക്കെ വെച്ച് നോക്കുമ്പം 2023 എന്ന് പറയുന്ന ഒരു ടൈം വളരെ ക്രൂഷ്യലാണ്. കാരണം ആ ഒരു വലിയൊരു കാര്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളൊക്കെ വെക്കുന്ന ഒരു ടൈമാണ് 2023. സോ ആ ഒരു ടൈമിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. സോ എന്തായാലും ആ ഒരു ഡ്രീംസ് അല്ലെങ്കിൽ ആ ഡ്രീംസൊക്കെ ഫുൾഫിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ 2023 അച്ചീവ് ചെയ്യട്ടെ എന്ന് ഞാൻ പറയണം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഇനിയും വരുന്ന ആൾക്കാരെ എല്ലാം ഇൻസ്പയർ ചെയ്ത് അവരിലും ഒരു ഡ്രീം ഇൻസ്റ്റിൽ ചെയ്ത് അതിനോട് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഇനിയും വരുന്ന ആൾക്കാരെ എന്താ പറയുക ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് ഞാനും വിഷ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്.